എല്ലാവർക്കും നമസ്കാരം. സൈലം പി എസ് സിയുടെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, യൂണിവേഴ്സിറ്റി LGSന്റെ മെയിൻസ് എക്സാം നടക്കാനായിട്ട് പോവുകയാണ്. ആ മെയിൻസ് എക്സാമിന് കാര്യമായി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള റിവിഷൻ ക്ലാസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇന്ന് മാത്സിന്റെ മെന്റൽ എബിലിറ്റിയുടെ ഒരു 10th ലെവൽ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള എന്നാൽ നമ്മുടെ സിലബസിന്റെ കീഴിലുള്ള കുറച്ച് ചോദ്യങ്ങൾ എടുക്കും. അത് ഏറ്റവും വൃത്തിയായി പഠിക്കും, നിർത്തും. അപ്പൊ ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ, യൂണിവേഴ്സിറ്റി LGS എഴുതാൻ പോകുന്നവർ മാത്രമല്ല, ഇനി വരാൻ പോകുന്ന വേരിയസ് LGSന്റെ പരീക്ഷയ്ക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരൊക്കെ ഇത് കണ്ടോളുക. നല്ല രീതിയിലുള്ള ഒരു റിവിഷൻ ആയിരിക്കും ഇത്. അപ്പൊ ഒരു പേനയും പേപ്പറും എടുത്ത് എന്നോടൊപ്പം ഓരോ ചോദ്യങ്ങളും സ്ക്രീനിൽ കാണുമ്പോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. തെറ്റിപ്പോകുമ്പോൾ എവിടാ നിങ്ങൾക്ക് തെറ്റുപറ്റിയത് എന്ന് നോക്കുക. എന്നിട്ട് അത് 2 or 3 പ്രാവശ്യം വീണ്ടും ചെയ്യാനായിട്ട് ശ്രമിക്കുക. കൃത്യമായും നോട്ടാക്കാനായിട്ട് ശ്രമിക്കുക. ഇന്ന് സെറ്റാവും. അപ്പൊ ഒട്ടും സമയം കളയാതെ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. ചോദ്യം ഇങ്ങനെയാണ്: ഇപ്പോൾ രാമുവിന് 9 വയസ്സ്, രാജന് 10 വയസ്സ്, രവിക്ക് 11 വയസ്സ്. എത്ര വർഷം കഴിയുമ്പോൾ ഇവരുടെ വയസ്സുകളുടെ തുക 48 ആകും എന്നതാണ് ചോദ്യം. ചോദ്യം ഒന്നുകൂടെ പറയുന്നു: ഇപ്പോ രാമുവിന് 9 വയസ്സ്, ഇപ്പോ രാജന് 10 വയസ്സ്, ഇപ്പോ രവിക്ക് 11 വയസ്സ്. ഇപ്പൊ ഇവരുടെ വയസ്സുകളെല്ലാം കൂടെ കൂട്ടുമ്പോ ഒന്ന് കൂട്ടി നോക്ക്, 9, 10, 11. ഇപ്പൊ ഇവരുടെ വയസ്സുകളുടെ തുക അല്ലെ, ഇപ്പൊ ഇവരുടെ വയസ്സുകൾ കൂട്ടുമ്പോ 30 ആണ് എന്ന് മനസ്സിലാവും അല്ലെ. 9, 10, 11 ആണ് അവരുടെ വയസ്സ്. അത് കൂട്ടുമ്പോ 30 ആണ്. നമ്മളോട് ചോദിച്ചേക്കുന്നു, ഈ 30 എന്ന് പറയുന്ന തുക 48 ആവാൻ എത്ര വർഷമെടുക്കും? എടാ, 30 എന്ന് പറയുന്ന സാധനം 48 ആവണമെങ്കിൽ കുഞ്ഞുങ്ങളെ 18 വയസ്സ് കൂടണം ടോട്ടൽ. അതെങ്ങനെ മനസ്സിലായി? 30 48 ആവണം. 48 30 പോയിട്ട് 18 വയസ്സ് മൊത്തം കൂടണം. ചില കുഞ്ഞുങ്ങൾ 18 ഉണ്ട്, ഓപ്ഷൻ്റെ അകത്ത് 18 വർഷം എന്നൊക്കെ എഴുതും. തെറ്റാത്. മക്കളെ, വയസ്സെന്ന് പറയുന്ന സാധനം എല്ലാവർക്കും എല്ലാ വർഷവും കൂടുന്നതാണ്. ഈ വർഷം എന്റെ വയസ്സ് അവിടെ നിൽക്കട്ടെ, അടുത്ത വർഷം കൂടിയാ മതി എന്ന് പറയാൻ പറ്റത്തില്ല. പറ്റുമോ? ആരൊക്കെ ആയാലും ശരി, വയസ്സ് എല്ലാ വർഷവും ഒരുപോലെ കൂടും. ഇപ്പോ ഇവരുടെ വയസ്സിന്റെ തുക 30. അടുത്ത വർഷമാവുമ്പോ രാമുവിനും 1 വയസ്സ് കൂടും, രാജനും 1 വയസ്സ് കൂടും, രവിക്കും 1 വയസ്സ് കൂടും. അങ്ങനെ മൊത്തം 3 വയസ്സ് കൂടും. ആണോ? 4 പേരാണ്, 1 വർഷം 4 വയസ്സ് കൂടും. അപ്പൊ അടുത്ത വർഷം നോക്കിയാ 30 എന്ന് പറയുന്ന അവരുടെ തുക 33 ആയിരിക്കും. അതിന്റെ അടുത്ത വർഷം നോക്കിയാ അത് 36 ആയിരിക്കും. അതിന്റെ അടുത്ത വർഷം നോക്കിയാ അത് 39 ആയിരിക്കും. അപ്പൊ 3 വെച്ച് 1 വർഷം ഇവരുടെ തുക കൂടും. 3 വെച്ച് കൂടി 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 മൊത്തം 18 കൂടാൻ 18/3 6 വർഷമെടുക്കും. ഓപ്ഷൻ എ ഈസ് അവർ ആൻസർ. ഒന്നുകൂടെ എന്റെ ഒപ്പം പിടിക്കാം, ഒന്നുകൂടെ ചെയ്യാം. ഇപ്പോ രാമുവിന് 9 വയസ്സ്, ഇപ്പോ രാജന് 10 വയസ്സ്, ഇപ്പോ രവിക്ക് 11 വയസ്സ്. അപ്പൊ തന്നെ നമുക്കറിയാം 9, 10, 11 കൂട്ടി ഇപ്പോൾ അവരുടെ വയസ്സിന്റെ തുക മക്കളെ 30. നമ്മളോട് ചോദിച്ചേക്കുന്നു, അവരുടെ വയസ്സിന്റെ തുക 48 ആവാൻ എത്ര വർഷം? മക്കളെ, 30 എന്ന് പറയുന്ന തുക 48 ആവണമെങ്കിൽ 18 കൂടണം. 18 വയസ്സ് മൊത്തം കൂടണം. 48 30 കുറച്ച 18. ഇനി 18 വയസ്സ് കൂടാൻ എത്ര വർഷം എടുക്കും? മക്കളെ, ഇവിടെ 3 പേരാ, രാമു, രാജൻ, രവി. 3 പേർക്കും 1 വർഷം ഓരോ വയസ്സ് വെച്ച് 3 വയസ്സ് 1 വർഷം കൂടും. രാമുവിന്, രാജന്, രവിക്ക് 3 വയസ്സ് കൂടി. അടുത്ത വർഷവും 3 കൂടി. അതിന്റെ അടുത്ത വർഷവും 3 കൂടി. 3 വെച്ച് കൂടി 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 3, 6, 9 അങ്ങനെ 18 കൂടാൻ 18/3 നമുക്ക് പറയാം 6 വർഷം. ഓപ്ഷൻ എ. ഇത് ക്ലിയർ ആയില്ലേ? സെറ്റ് ആയില്ലേ? അടുത്ത ചോദ്യം ഇതാ.
റാങ്കിങ്ങുമായി ബന്ധപ്പെട്ട് സ്ഥാനനിർണയവുമായി ബന്ധപ്പെട്ട് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ചോദ്യം, അത്രയ്ക്ക് ഇമ്പോർട്ടന്റ്, സ്ഥിരം വരുന്ന. 42 പേർ പഠിക്കുന്ന ക്ലാസ്സിലെ കണക്ക് പരീക്ഷയിൽ ദിലീപിന്റെ സ്ഥാനം മുന്നിൽ നിന്ന് 18ാമതാണെങ്കിൽ പിന്നിൽ നിന്ന് കണക്കാക്കിയാൽ ദിലീപിന്റെ സ്ഥാനം എത്ര എന്നതാണ് ചോദ്യം. അതായത് മക്കളെ, ഒരു ക്ലാസ്സിൽ 42 പേരുണ്ട്. അവിടെ ഒരു കണക്ക് പരീക്ഷ ഇട്ടു. ആ പരീക്ഷയിൽ മുന്നിൽ നിന്ന് 18ാമത്തെ ആളാണ് ദിലീപ് എന്ന് പറഞ്ഞവൻ. അങ്ങനെയാണ് പിന്നിൽ നിന്ന് ദിലീപിന്റെ സ്ഥാനം എത്രടാ ഊയി എന്നതാണ് ചോദ്യം. ഇത് 2 രീതിയിൽ ചെയ്യാം, വരച്ചും ചെയ്യാം, അല്ലാതെയും ചെയ്യാം. ഞാൻ രണ്ടും കാണിക്കാം. വരച്ച് ചെയ്യുന്നവരാണ് ആദ്യം മനസ്സിലുണ്ടാവണം 42 പേര് ആ ലൈനിൽ ഉണ്ടാവണം, ആ ക്ലാസ്സിൽ ഉണ്ടാവണം. മുന്നിൽ നിന്ന് 18ാമത്തെ ആളാണ് ദിലീപ്. മുന്നീന്ന് നോക്കുമ്പോ 17 പേര് കഴിഞ്ഞ് 18ാമത്തെ ആളാണ് ദിലീപ്. ഓക്കെ, 17 പേര് കഴിഞ്ഞ് 18ാമത്തെ ആളാണ് ദിലീപ്. ഓക്കെ ആണോ? 18 എന്ന് പറയുമ്പോൾ മേളിൽ 17 പേരുണ്ട്, മൊത്തം 42 പേരാ. ഈ 17 ഒന്നും ദിലീപ് വരെ ഇപ്പൊ 18 പേരെ ആയിട്ടുള്ളൂ. ബാക്കി എത്ര പേരുണ്ട്? 42 ആവണമെങ്കിൽ ദിലീപിന് പിന്നിലായി 28, 38, ബാക്കി 24 പേര് ദിലീപിന്റെ പുറകിലായിട്ടുണ്ട്. എന്നാലേ 42 ആവുകയുള്ളൂ. കാര്യം 17 പേര് ദിലീപിന് മോളി, 18ാമതായിട്ട് ദിലീപുണ്ട്. ദിലീപിന്റെ പുറകിൽ 42 മൊത്തം വരണമെങ്കിൽ 28, 38, 24 പേരുണ്ട്. ഇനി നിങ്ങൾ പറ, പിന്നിൽ നിന്ന് ദിലീപ് എത്രാമതാ? പുറകീന്ന് നോക്കുമ്പോ 24 പേര് കഴിഞ്ഞ് 25ാമത്തെ ആളാണ് ദിലീപ്. ഓപ്ഷൻ എ. ഇങ്ങനെയാണ് ഇത് പ്രോപ്പറായി വരച്ച് ചെയ്യുന്ന ഒരു രീതി. ഇനി ഇത് വരയ്ക്കാതെ ചെയ്യാനായിട്ടുള്ള പണിയും ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചതാണ് മക്കളെ. ടോട്ടൽ 42 പേര്. ദിലീപ് മുന്നീന്ന് ദിലീപ് 18, പിന്നീന്നുള്ള സ്ഥാനം കാണണം. പ്രത്യേകം ശ്രദ്ധിക്കണം, ടോട്ടൽ ഉണ്ട്. ഒരാളുടെ ഒരു സൈഡിൽ നിന്നുള്ള സ്ഥാനമുണ്ട്, മറു സൈഡിൽ നിന്ന് അയാളുടെ സ്ഥാനം കാണാൻ. ടോട്ടലായ 42ൽ നിന്ന് തന്നിരിക്കുന്ന സ്ഥാനമായ 18 കുറയ്ക്കുന്നു, 1 കൂട്ടുന്നു. ടോട്ടലിൽ നിന്ന് തന്നിരിക്കുന്ന സ്ഥാനം കുറയ്ക്കുന്നു, 1 കൂട്ടുന്നു. 42ൽ നിന്ന് 18 പോയ 28, 38, 42 ആവുമ്പോ 24. 24 ഒന്നൂടെ കൂട്ടി നമ്മുടെ ഉത്തരം 25. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്ത പ്രോസസ് ഒന്നൂടെ. ടോട്ടൽ ഉണ്ട്, ഒരു സൈഡിൽ നിന്ന് ഒരാളുടെ സ്ഥാനമുണ്ട്, മറു സൈഡിൽ നിന്ന് അയാളുടെ സ്ഥാനം കാണാൻ ടോട്ടലിൽ നിന്ന് തന്നിരിക്കുന്ന സ്ഥാനം കുറയ്ക്കുന്നു, 1 കൂട്ടുന്നു. നമുക്ക് വേറൊരു ചോദ്യം കൂടെ ചെയ്താലും. ഒരു പരീക്ഷ വേണ്ട. ഒരു നിരയിൽ ഹരി ഇടത് നിന്ന് 15ാമതാണ്. ആ വരിയിൽ മുഴുവൻ 50 പേരുണ്ടെങ്കിൽ വലത് നിന്ന് ഹരിയുടെ സ്ഥാനം എത്ര? ഒന്നുകൂടെ പറയുന്നു, ഹരി ഒരു വരിയിൽ ഇടത് നിന്ന് 15ാമതാണ്. ആ വരിയിൽ മുഴുവൻ 50 പേരുണ്ടെങ്കിൽ വലത് നിന്ന് ഹരിയുടെ സ്ഥാനം. അപ്പൊ ടോട്ടൽ ഉണ്ട് 50. ഇടത് നിന്ന് ഹരിയുടെ സ്ഥാനമുണ്ട്, വലത് നിന്നുള്ള സ്ഥാനം കാണണം. ടോട്ടലായ 50ൽ നിന്ന് തന്നിരിക്കുന്ന സ്ഥാനമായ 15 കുറയ്ക്കുന്നു, 1 കൂട്ടുന്നു. 50ന്ന് 15 കുറച്ച നമുക്കെല്ലാവർക്കും അറിയാം 35 ആണ്. 35 ഒന്നൂടെ കൂട്ടി നമുക്ക് പറയാം 36. സെറ്റാണ്, മുമ്പോട്ട് പോവാം അല്ലേ? അടുത്ത ചോദ്യം ഇതാ. ഒരു ഇലക്ട്രോണിക് ബെൽ ഓരോ 60 സെക്കൻഡിലും മണിയടിക്കുന്നു. മറ്റൊരു ബെൽ ഓരോ 62 സെക്കൻഡിലും മണിയടിക്കുന്നു. രണ്ടും കൂടെ ഒരുമിച്ച് രാവിലെ
10 മണിക്ക് മുഴങ്ങിയാൽ വീണ്ടും ഒരുമിച്ച് മുഴങ്ങുന്ന അടുത്ത സമയമേത് എന്നതാണ് ചോദ്യം. മക്കളെ, നിങ്ങളോട് ഒരു കാര്യം കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഞാൻ പറയുന്നതാണ്. അതായത് ഒരു ബെല്ല് ഇത്ര മിനിറ്റ് കൂടുമ്പോൾ അടിക്കും. ഒരെണ്ണം 10 മിനിറ്റ്, ഒരെണ്ണം 17 മിനിറ്റ്. ഇവ ഒരുമിച്ച് എപ്പോഴൊക്കെ അടിക്കുമെന്ന് ചോദിച്ചാൽ രണ്ടുപേരുടെയും LCM എടുക്കണം. ഇനി ബെല്ലിന്റെ സ്ഥാനത്ത് ലൈറ്റ് ആയിരിക്കും. ഒരു ലൈറ്റ് 10 മിനിറ്റ് കത്തും, മറ്റൊരു ലൈറ്റ് 5 മിനിറ്റ് കത്തും, വേറൊരു ലൈറ്റ് 8 മിനിറ്റ് കത്തും. ഇവ ഒരുമിച്ച് എപ്പ കത്തുമെന്ന് ചോദിച്ചാൽ ഇവരുടെ LCM എടുക്കണം. അത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ 10 മിനിറ്റിൽ കത്തുന്ന ലൈറ്റ് അവന്റെ അടുത്ത 20, 30, 30, 40 ഗുണിതങ്ങളിലായിരിക്കും കത്തുക. 5 മിനിറ്റിൽ കത്തുന്ന ലൈറ്റ് 5, 10, 15, 20 ഗുണിതങ്ങളിലായിരിക്കും കത്തുക. ഇവർ ഒരുമിച്ച് കത്തണമെങ്കിൽ ഇവരുടെ ഏതെങ്കിലും പൊതുഗുണിതം വരണം. പൊതുഗുണിതം എന്ന് പറഞ്ഞാൽ LCM വരണം. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ പറയുന്നു. കുറെ മണികൾ തന്ന് ഇവർ ഒരുമിച്ച് എപ്പ മണി അടിക്കുമെന്ന് ചോദിച്ചാൽ LCM എടുക്കുക. കുറെ ലൈറ്റുകൾ തന്നു, ലൈറ്റുകൾ കത്തുന്ന സമയം തന്നു. ഇവർ എപ്പോ ഒരുമിച്ച് കത്തുമെന്ന് ചോദിച്ചാൽ LCM എടുക്കുക. ഇനി ട്രാഫിക് ലൈറ്റിലെ കുറെ ലൈറ്റുകൾ പറഞ്ഞു, അവര് കത്തുന്ന സമയം പറഞ്ഞു. ഇവർ എപ്പോൾ ഒരുമിച്ച് കത്തുമെന്ന് ചോദിച്ചാൽ LCM എടുക്കുക. ഇനി ഇവിടെ എന്തോ പറയുന്നു, ഇലക്ട്രിക് ബെൽ മണി 60 സെക്കൻഡ് അടിക്കും, മറ്റൊരു ബെൽ 62 സെക്കൻഡിൽ അടിക്കും. ഒരു ബെല്ല് 60-ാം സെക്കൻഡിൽ അടിക്കും, വേറൊരു ബെല്ല് 62-ാം സെക്കൻഡിൽ അടിക്കും. അപ്പൊ ഇവരെപ്പോ ഒരുമിച്ച് അടിക്കും? രണ്ടുപേരുടെയും കൂടെ LCM എടുക്കുക. 60-ന്റെയും 62-ന്റെയും LCM എടുക്കാൻ രണ്ടിലും പോകുന്ന സംഖ്യകളുണ്ടോ എന്ന് നോക്കണം. 2 കൊണ്ട് രണ്ടിലും പോകും. അപ്പൊ ഇത് 30 ആവും, ഇത് 31 ആവും. ഇനി രണ്ടിലും പോകുന്ന സംഖ്യകൾ ഉണ്ടോ എന്ന് നോക്കണം. ഇല്ല. വേണേ ഓരോന്നോരോന്നായിട്ട് ഇത് 1 ആവും, ഇത് 31 ആവും. 31നെ ചെയ്ത ഇതൊന്നാവും, ഇതൊന്നാവും. അങ്ങനെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇനി ഒരുമിച്ച് പോകുന്ന സംഖ്യകളില്ല, അവസാനം വരുന്ന ഗുണിച്ചാലും മതി. അപ്പൊ അവരുടെ LCM എന്ന് പറയുന്നത് 2 ഗുണം 30 ഗുണം 31 ആണ് ഇവരുടെ LCM. 2 ഗുണം 30 60 ആണ്. 60 ഗുണം 31 എന്ന് പറഞ്ഞാൽ 60 ഗുണം 31 എന്ന് പറയുമ്പോ 60 ഗുണം 30 1800, 31 പറയുമ്പോ 1860. നമ്മൾ ചെയ്തത് സെക്കൻഡിലായതുകൊണ്ട് 1860 സെക്കൻഡാണ് ഇവരുടെ LCM. ഓക്കെ, 1860 സെക്കൻഡാണ് ഇവരുടെ LCM. അതായത് ഇവരെപ്പോൾ ഒരുമിച്ച് മണി അടിക്കുമെന്ന് ചോദിച്ചാൽ 1860 സെക്കൻഡുകൾ കഴിയുമ്പോൾ ഇവര് മണി ഒരുമിച്ച് അടിക്കും. ഒരു 60 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ മക്കളെ 1 മിനിറ്റാ. അപ്പൊ 1860 സെക്കൻഡ് എന്ന് പറയുമ്പോ 1860/60 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി 31 മിനിറ്റ് ആണ് എന്ന് കിട്ടും. അതായത് ഓരോ 31 മിനിറ്റിലും ഇവർ ഒരുമിച്ചടിക്കും. ഇനി നിങ്ങളോട് ഇങ്ങനെയാണ് ചോദ്യം ചോദിച്ചത്, എടാ എത്ര മിനിറ്റ് കൂടുമ്പോ ഇവർ ഒരുമിച്ചടിക്കും? 31 മിനിറ്റ് കൂടുമ്പോ. അല്ലെ എത്ര സെക്കൻഡ് കൂടുമ്പോ ഇവർ ഒരുമിച്ചടിക്കും? 1860 സെക്കൻഡ് കൂടുമ്പോ. നമുക്ക് ഉത്തരം പറയാം. പക്ഷെ ഇവിടെ എന്തോ ചോദിച്ചേക്കുന്നത്, രാവിലെ 10 മണിക്ക് ഇവർ ഒരുമിച്ച് മുഴങ്ങി, ഇനി എപ്പം മുഴങ്ങും? നമുക്കെല്ലാവർക്കും അറിയാം 31 മിനിറ്റ് കൂടുമ്പോൾ ഒരുമിച്ച് മുഴങ്ങും. രാവിലെ 10 മണിക്ക് മുഴങ്ങിയാൽ ഇനി അടുത്ത 31 മിനിറ്റ് കൂടുമ്പോൾ മുഴങ്ങും. 10 മണി കഴിഞ്ഞ് 31 മിനിറ്റ് ആവുമ്പോ 10:31 ഇവർ ഒരുമിച്ച് മുഴങ്ങും. ഓപ്ഷൻ എ ഈസ് അവർ ആൻസർ. ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് ഒരിച്ചിരി ഡൗട്ട് തോന്നും. അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇതൊന്നുകൂടെ പറയാം. എന്ത് പറയുന്നു? ഒരു ഇലക്ട്രിക് ബെല്ല് 60 സെക്കൻഡ്
62 സെക്കൻഡ് ഇങ്ങനെ മണിയടിക്കും. ഇപ്പൊ ഒരു ബെല്ല് 60ാമത്തെ സെക്കൻഡ് മണിയടിക്കും, വേറൊരു ബെല്ല് 62ാമത്തെ സെക്കൻഡ് മണിയടിക്കും. മക്കളെ, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഈ ചോദ്യം ഞാൻ 2 വട്ടം കണ്ടിട്ടുണ്ട്. ആദ്യത്തെ വട്ടം ഈ ചോദ്യത്തിന്റെ ആദ്യം 60 സെക്കൻഡ് എന്ന് പറയുന്നതിന് പകരം 1 മിനിറ്റ് എന്നാണ്. അപ്പൊ 1 മിനിറ്റിൽ മണിയടിക്കും, പിന്നെ 62 സെക്കൻഡിൽ മണിയടിക്കും. ഈ 1 മിനിറ്റ് കണ്ട് നിങ്ങൾ പേടിക്കരുത്. ചെയ്യുമ്പോ എന്തായാലും ഒന്നുകിൽ മിനിറ്റ് അല്ലെ ഫുള്ള് സെക്കൻഡ്. 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡാണ്. മനസ്സിലായോ? അപ്പൊ സെക്കൻഡിൽ അങ്ങ് ആക്കിക്കോണം. അങ്ങനെയും ചോദ്യം വന്നാലാ പറയുന്നത്. അപ്പൊ ഒരു ബെല്ലുണ്ട്, 60 സെക്കൻഡിൽ മണിയടിക്കും, 62 സെക്കൻഡിൽ മണിയടിക്കും. അങ്ങനെയാണ് ഈ 2 ബെല്ലുകളും ഒരുമിച്ച് എപ്പോ അടിക്കുമെന്ന് ചോദിച്ചാൽ 60ന്റെയും 62ന്റെയും LCM. 60നെയും 62നെയും നമുക്ക് ഒരുമിച്ച് പോകുന്ന സംഖ്യകളുണ്ടോ? 2 വെച്ച് പോകും. 2 വെച്ച് പോയാൽ ഇത് 30, ഇത് 31. ഇനിയും ഈ 2 സംഖ്യകൾ ഒരുമിച്ച് പോകുമോ? ഇല്ല. അപ്പൊ 2 ഗുണം 30 ഗുണം 31 ചെയ്താൽ മതി. എന്നാലും ഞാൻ ചുമ്മാ ഓരോന്നായിട്ട് പോകുമ്പോ ഇതൊന്ന്, ഇത് 31. 31നെ 31 കൊണ്ട് ഹരിക്കുമ്പോ ഇതൊന്ന്, ഇതൊന്ന്. അപ്പൊ ഇവരുടെ LCM എന്ന് പറയുമ്പോ 2 ഗുണം 30 ഗുണം 31 ഇവരുടെ LCM. ഇത് ചെയ്യുമ്പോൾ നമുക്ക് 1860 കിട്ടും. മക്കളെ, നമ്മൾ എടുത്ത LCM സെക്കൻഡിന്റെ ആയതുകൊണ്ട് നമുക്ക് ഈ കിട്ടിയതും സെക്കൻഡാണ്. 1860 സെക്കൻഡാണ് ഇവരുടെ LCM. എന്ന് പറഞ്ഞാൽ ഓരോ 1860 സെക്കൻഡിലും ഈ 2 മണികൾ ഒരുമിച്ചടിക്കും. ഇനി 1860 സെക്കൻഡ് എന്ന് പറയുന്നത് എത്ര മിനിറ്റാ? ഒരു 60 സെക്കൻഡ് ചേരുമ്പോഴാണ് 1 മിനിറ്റ് ആവുന്നത്. 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡാ. അപ്പൊ 1860 എത്ര മിനിറ്റ് ഉണ്ടെന്ന് കാണാൻ 1860/60 നമുക്ക് മനസ്സിലായി 31 മിനിറ്റ് ഉണ്ട്. അപ്പൊ 1860 എന്ന് പറഞ്ഞാൽ 31 മിനിറ്റ് ആണ്. എങ്ങനെ കിട്ടി? 60 സെക്കൻഡ് ചേരുമ്പോ 1 മിനിറ്റ് ആവും. അപ്പൊ 1860 എത്ര മിനിറ്റ് ഉണ്ടെന്ന് കാണാൻ 1860/60 സെക്കൻഡിനെ മിനിറ്റ് ആക്കാൻ 60 കൊണ്ട് ഭാഗിച്ചു. അപ്പൊ 31 മിനിറ്റ് എന്ന് കിട്ടി. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ഓരോ 31 മിനിറ്റിലും ഇവർ ഒരുമിച്ചടിക്കും. 31 മിനിറ്റിലും ഇവർ ഒരുമിച്ചടിക്കും. നിങ്ങളോട് ഇങ്ങനെയാണ് ചോദ്യം, എടാ എത്ര മിനിറ്റ് കൂടുമ്പോ ഇവർ ഒരുമിച്ച് മുഴങ്ങും? 31 മിനിറ്റ്. എത്ര സെക്കൻഡ് കൂടുമ്പോൾ ഇവർ ഒരുമിച്ച് മുഴങ്ങും? 1860 സെക്കൻഡ്. ഇവിടെ പക്ഷെ അതൊന്നും അല്ല. നമ്മളോട് പറയുന്നു 10 മണിയായപ്പോ ഇവർ ഒരുമിച്ച് മുഴങ്ങി. ഇനി അപ്പം മുഴങ്ങും. നമ്മളിപ്പോ കണ്ടുപിടിച്ചെന്തുവാ? ഓരോ 31 മിനിറ്റിലും ഇവർ മുഴങ്ങും. 10 മണിക്കൊന്ന് ഒരുമിച്ച് മുഴങ്ങിയെങ്കിൽ ഇനി ഒരു 31 മിനിറ്റ് കൂടെ കഴിയുമ്പോ 31 മിനിറ്റ് കൂടെ ക്ഷമിച്ചാ വീണ്ടും ഒരുമിച്ച് മണിയടിക്കും. 10 മണിക്ക് അടിച്ചു, 31 മിനിറ്റ് കഴിയുമ്പോ ഇനി അടിക്കും. നമ്മുടെ ഉത്തരം 10:31. ഓപ്ഷൻ എ ഈസ് അവർ ആൻസർ. വീണ്ടും 31 മിനിറ്റ് ആകുമ്പോൾ വീണ്ടും അടിക്കും. അടുത്ത എന്തായാലും 10:31. ഓക്കെ ആണ്? ക്ലിയർ ആയേ? സംശയമുള്ളവർ ഒന്നുകൂടെ കണ്ടിട്ട് 2-3 പ്രാവശ്യം ഒന്ന് ചെയ്ത് സെറ്റാക്കണേ. അടുത്ത ചോദ്യം. ഒരാൾ 15,000 രൂപയ്ക്ക് വാങ്ങിയ TV 13,350 രൂപയ്ക്ക് വിറ്റാൽ നഷ്ടം എത്ര ശതമാനമാണ് എന്നതാണ് ചോദ്യം. മക്കളെ, ഇത്രത്തോളം റിപ്പീറ്റ് വന്ന, പ്രത്യേകിച്ച് ഒരു LGS ലെവലിൽ റിപ്പീറ്റ് വന്ന പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ ഒരു ചോദ്യം ഉണ്ടാവുകയില്ല. മക്കളെ, നഷ്ട ശതമാനം കാണാൻ നമുക്കെല്ലാവർക്കും അറിയാം, നഷ്ടം ബൈ വാങ്ങിയ വില ഇൻറ്റു 100. ലാഭ ശതമാനം കാണാൻ ലാഭം ബൈ വാങ്ങിയ വില ഇൻറ്റു 100 എല്ലാവർക്കും അറിയാം. എന്നാലും ഒന്നുകൂടെ പറയാം. മക്കളെ, നിങ്ങളോട് എപ്പോഴെങ്കിലും ലാഭ ശതമാനം കാണാൻ ഒരു ഡയറക്റ്റ് ചോദ്യം വന്ന ലാഭം ബൈ വാങ്ങിയ വില ഇൻറ്റു 100. നഷ്ട ശതമാനം കാണാൻ നിങ്ങളോട് പറഞ്ഞ നഷ്ടം എത്ര രൂപയാണ് ബൈ വാങ്ങിയ വില ഇൻറ്റു 100.
ഒന്നൂടെ, നിങ്ങളോട് എപ്പോഴെങ്കിലും ആരെങ്കിലും ലാഭശതമാനം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ലാഭം എത്ര രൂപയാണെന്ന് നോക്കുക. ബൈ വാങ്ങിയ വില ഇൻറ്റു 100. നഷ്ടശതമാനം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നഷ്ടം എത്ര രൂപയാണെന്ന് നോക്കുക. ബൈ വാങ്ങിയ വില ഇൻറ്റു 100. എപ്പോഴും ഓർത്തോളുക, നമ്മൾ മുടക്കുന്ന പൈസയ്ക്കനുസരിച്ചാണ് നമ്മുടെ ലാഭവും നഷ്ടവും നിശ്ചയിക്കുക. മുടക്കുന്ന പൈസ എന്ന് പറഞ്ഞാൽ വാങ്ങിയ വില, അതുകൊണ്ടാ വാങ്ങിയ വില അടിയിൽ കൊടുക്കുന്നത്. അപ്പൊ ലാഭശതമാനം കാണാൻ ലാഭം ബൈ വാങ്ങിയ വില ഇൻറ്റു 100. നഷ്ടശതമാനം കാണാൻ നഷ്ടം ബൈ വാങ്ങിയ വില ഇൻറ്റു 100. അപ്പൊ ഇവിടെ ഒരാൾ 15,000 രൂപയ്ക്ക് വാങ്ങിയ TV 13,350 രൂപയ്ക്ക് വിറ്റു. അപ്പൊ അയാളുടെ നഷ്ടം എത്ര രൂപയാണ്? 15,000 രൂപയുടെ TV-യാണ്. അത് 13,350 രൂപയ്ക്കാ വിൽക്കുന്നത്. അപ്പൊ അയാളുടെ നഷ്ടം എന്ന് പറയുന്നത് 1,650 രൂപയാണ് അയാളുടെ നഷ്ടം. അതെങ്ങനെയാ വന്നേ? 15,000 രൂപ അയാൾ മുടക്കി, 13,350 വിറ്റപ്പ കിട്ടിയുള്ളൂ. സംഭവം നഷ്ടമാ. നഷ്ടം എങ്ങനെ കണ്ടുപിടിച്ചു? 15,000-ൽ നിന്ന് 13,350 കുറച്ച് 1,650 രൂപ നഷ്ടം. മക്കളെ, നഷ്ടശതമാനം കാണാൻ നഷ്ടം എത്ര രൂപയാണോ ബൈ വാങ്ങിയ വില ഇൻറ്റു 100. കുഞ്ഞുങ്ങളെ, നഷ്ടം 1,650. വാങ്ങിയ വില കുഞ്ഞുങ്ങളെ 15,000 ഇൻറ്റു 100. ഈ പൂജ്യവും ഈ പൂജ്യവും ഈ പൂജ്യവും ഈ പൂജ്യോടെ പോയി, ഈ പൂജ്യവും ഈ പൂജ്യോടെ പോയി. 165-നെ 15 കൊണ്ട് ഹരിച്ച് നമ്മുടെ ഉത്തരം 11%. ഓപ്ഷൻ ബി ഈസ് അവർ ആൻസർ. നഷ്ടശതമാനം കാണാൻ നഷ്ടം ബൈ വാങ്ങിയ വില ഇൻറ്റു 100. ഓക്കെ ആണ്. നഷ്ടം 1,650 രൂപയാണ്. ബൈ വാങ്ങിയ വില 15,000 ഇൻറ്റു 100. ചെയ്തു നോക്കുക. നമ്മുടെ ഉത്തരം 11% എന്ന് നിസ്സംശയം പറയാം. അടുത്ത ചോദ്യം, ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ ശരാശരി എത്ര? മക്കളെ, ശരാശരിയൊക്കെ നമ്മൾ കുറെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. വന്ന ചോദ്യമാണ് കഴിഞ്ഞ വർഷം. മക്കളെ, നിങ്ങളോട് എപ്പോഴെങ്കിലും ആരെങ്കിലും ആദ്യത്തെ എണ്ണൽ സംഖ്യകളുടെ ശരാശരി കാണാൻ പറഞ്ഞാൽ എത്ര സംഖ്യയുണ്ടോ അതിന്റെ കൂടെ 1 കൂട്ടിയിട്ട് പകുതി എടുക്കുക. n+1/2. n+1/2. എത്ര സംഖ്യയുണ്ടോ അതിന്റെ കൂടെ 1 കൂട്ടിയിട്ട് പകുതി. ആദ്യത്തെ എന്ന് പറയണം. ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ ശരാശരി കാണാൻ പറഞ്ഞാൽ എത്ര സംഖ്യയുണ്ടോ അതിന്റെ കൂടെ 1 കൂട്ടിയിട്ട് പകുതി. n+1/2. ഇതേ സ്ഥാനത്ത് ഇരട്ട സംഖ്യകളുടെ ശരാശരി കാണാൻ പറഞ്ഞാൽ n+1 തന്നെയാണ്. ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടെ ശരാശരി കാണാൻ പറഞ്ഞാൽ n+1. ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ ശരാശരി കാണാൻ പറഞ്ഞാൽ n തന്നെ. ഇത് കണക്ട് ചെയ്യാനായിട്ട് ഞാൻ ഒരു ചെറിയ ടെക്നിക്ക് പറഞ്ഞുതരാം. എണ്ണൽ സംഖ്യകളുടെ ശരാശരി അങ്ങ് പഠിക്കുക. n+1/2. ആദ്യത്തെ n ഇരട്ട സംഖ്യ വരുമ്പോ ഈ 2 അങ്ങ് കളഞ്ഞാൽ മതി. n+1. ആദ്യത്തെ n ഒറ്റ സംഖ്യ വരുമ്പോ ഈ 1 കൂടെ കളഞ്ഞാൽ മതി. n. ഇങ്ങനെ കണക്ട് ചെയ്താൽ മറക്കത്തില്ല. ഒന്നൂടെ, ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ ശരാശരി, തുകയല്ല ശരാശരി, n+1/2. ഇരട്ട വരുമ്പോ 2 കളഞ്ഞ് ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടെ ശരാശരി n+1. ഒറ്റ വരുമ്പോ 1 കൂടെ കളഞ്ഞ് ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ ശരാശരി n തന്നെ. ഓക്കെ ആണോ? അപ്പൊ ഒന്നും കൂടെ നമുക്ക് എഴുതാം. എന്നെ കാണുന്നവർ എഴുതിക്കോളുക. ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ ശരാശരി n+1/2. ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടെ ശരാശരി ഈ 2 കളഞ്ഞു ബാക്കി n+1. ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ ശരാശരി n തന്നെ.
ഇവിടെ ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ ശരാശരി n+1/2. ആദ്യത്തെ 10. അപ്പൊ എണ്ണം 10. 10 + 1/2. അതായത് മക്കളെ 11/2. 11നെ 2 കൊണ്ട് ഭാഗിച്ചു നോക്ക്. നമ്മുടെ ഉത്തരം 5.5. അല്ലേ തന്നെ 11ന്റെ പകുതി എടുക്കുക. 10ന്റെ പകുതി 5, 1ന്റെ പകുതി 0.5. അങ്ങനെ കണക്ട് ചെയ്താലും നമുക്ക് മനസ്സിലാവും ഓപ്ഷൻ ഡി 5.5. n+1/2. 10 + 1/2. 11/2. 11/2. 5.5. അപ്പൊ എണ്ണൽ സംഖ്യകളുടെ ശരാശരി n+1/2. ആദ്യത്തെ ഇരട്ട സംഖ്യകളുടെ ശരാശരി n+1. ആദ്യത്തെ ഒറ്റ സംഖ്യകളുടെ ശരാശരി n തന്നെ. അടുത്ത ചോദ്യം. 5 മിനിറ്റിൽ 700 മീറ്റർ ദൂരം പിന്നിടുന്നുവെങ്കിൽ അയാളുടെ വേഗം മണിക്കൂറിൽ എത്ര കിലോമീറ്റർ ആവും? കുറച്ച് 2 രീതി ചെയ്യാവുന്ന ചോദ്യം. നിങ്ങൾ ആ ഒരു സമയത്ത് ഏതാണോ ചിന്തിക്കുന്നത് ആ രീതി ചെയ്യുക. വന്നതാണ് കഴിഞ്ഞ വർഷം. അതായത് ഒരാള് 5 മിനിറ്റിൽ 700 മീറ്റർ ദൂരം സഞ്ചരിക്കും. അയാളുടെ വേഗത മണിക്കൂറിൽ എത്ര കിലോമീറ്റർ ആവും? അതായത് km/h അയാളുടെ വേഗത കണ്ടെത്തുക എന്നതാണ് ചോദ്യം. അതായത് km/h അയാൾ മണിക്കൂറിൽ എത്ര കിലോമീറ്റർ ഓടും എന്നതാണ് ചോദ്യം. അപ്പൊ മക്കളെ km/h മാറ്റണം. പക്ഷെ ഇവിടെ 1 മിനിറ്റും 1 മീറ്ററും. മീറ്റർ/സെക്കൻഡ് ആയിരുന്നെങ്കിൽ km/h മാറ്റാനുള്ള പണി നമുക്കറിയാം. നമ്മൾ തന്നെ പല ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് കുഞ്ഞുങ്ങളെ. മീറ്റർ/സെക്കൻഡിനെ km/h 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. km/h മീറ്റർ/സെക്കൻഡിലാക്കാൻ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഈ 2 കൺവേർഷൻ നമ്മൾ ഒരുപാട് പ്രാവശ്യം പഠിച്ചിട്ടുള്ളതാണ്. ഒന്നൂടെ മീറ്റർ/സെക്കൻഡിനെ km/h ആക്കാൻ 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി km/h മീറ്റർ/സെക്കൻഡ് ആക്കാൻ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി കുറച്ചു പേര് ചിന്തിക്കും, എടാ ഞാൻ ഇതങ്ങ് മറന്നുപോയാൽ എന്ത് സംഭവിക്കും? മറന്നുപോയാൽ ഒന്നും സംഭവിക്കത്തില്ല, തെറ്റിപ്പോവും. എന്നാലും ഇത് മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കാര്യം പറയാം. മക്കളെ 18 5 ചിലയിടത്ത് 18 മേളി വരും, ചിലയിടത്ത് 5 വരും. അത് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കാര്യം പറയാം. മീറ്റർ/സെക്കൻഡിനെ km/h ആക്കണം. നമ്മൾ ആലോചിക്കുക, മീറ്ററിനെ കിലോമീറ്റർ ആക്കണം. മീറ്റർ എന്ന് പറയുമ്പോ ചെറുത്, കിലോമീറ്റർ എന്ന് പറയുമ്പോ വലിയത്. ചെറുതിനെ വലുതാക്കണം. ചെറുതിനെ വലുതാക്കാൻ വലിയ നമ്പർ മേളി കൊടുക്കണം. 18/5 18/5. ഇനി km/h മീറ്റർ/സെക്കൻഡ് ആക്കണം. കിലോമീറ്ററിനെ മീറ്റർ ആക്കണം. കിലോമീറ്റർ വലിയതാ, മീറ്റർ ചെറുതാ. വലുതിനെ ചെറുതാക്കണം. വലുതിനെ ചെറുതാക്കാൻ ചെറിയ നമ്പർ മേളിൽ ചെറിയ നമ്പർ 5 5/18. മറന്നുപോവോ? ഇങ്ങനെ കണക്ട് ചെയ്താൽ ഇത് മറക്കൂല. ഒന്നുകൂടെ km/h മീറ്റർ/സെക്കൻഡ് ആക്കണം. കിലോമീറ്ററിനെ മീറ്റർ ആക്കണം. വലിയതിനെ ചെറുതാക്കണം. ചെറിയ നമ്പർ മേളിൽ കൊടുക്കുക 5/18. ഇനി മീറ്റർ/സെക്കൻഡിനെ km/h ആക്കണം. മീറ്ററിനെ കിലോമീറ്റർ, ചെറുതിന് വലിയതാക്കണം. വലിയ നമ്പർ മേളിൽ 18/5. കണ്ടോ? ഇങ്ങനെ നമുക്ക് പഠിക്കാം. അപ്പൊ ഇതിലേക്ക് വാ. ഒരാള് 5 മിനിറ്റിൽ 700 മീറ്റർ ദൂരം പിന്നിടുന്നു. അയാളുടെ വേഗത മണിക്കൂറിൽ എത്ര കിലോമീറ്റർ? അതായത് km/h അയാളുടെ വേഗത കാണണം. അപ്പൊ മീറ്റർ/സെക്കൻഡിൽ ആയിരുന്നെങ്കിൽ
km/h അയാളുടെ വേഗത കാണാൻ നമുക്ക് എളുപ്പമായിരുന്നു. പക്ഷെ ഇവിടെ മീറ്റർ പെർ അല്ല, മിനിറ്റ്. അപ്പൊ നമുക്ക് ഇവരെ ഈ മിനിറ്റിനെ അങ്ങ് സെക്കൻഡ് ആക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ് ആണ്. അപ്പൊ 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 5 × 60 300 സെക്കൻഡ് ആണ്. അപ്പൊ ഇനി ചോദ്യം വായിച്ചേ. 300 സെക്കൻഡിൽ ഇയാൾ 700 മീറ്റർ പോകും. അങ്ങനെയാണ് യവന്റെ സ്പീഡ് എന്ന് പറയുന്നത് ദൂരം ബൈ സമയം. 700 മീറ്റർ ആ ദൂരം, സമയം 300. ഇത് രണ്ടും കൂടെ വെട്ടിക്കളഞ്ഞ 7/3 മീറ്റർ പെർ സെക്കൻഡ് ആണ് ഇവന്റെ സ്പീഡ് എന്ന് കിട്ടും. ഓക്കെ ഇവിടെ വരെ ഒന്നുകൂടെ പറയാം. ഒരാള് 5 മിനിറ്റിൽ 700 മീറ്റർ ദൂരം പോകും. km/h സ്പീഡ് മാറ്റണം. 1 മിനിറ്റ്, മറ്റേത് മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നേ നമുക്ക് എളുപ്പമാണ്. അപ്പൊ ഈ മിനിറ്റിനെ ഞാൻ അങ്ങ് സെക്കൻഡ് ആക്കാൻ പോവാം. 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ്. അപ്പൊ 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 5 × 60 300 സെക്കൻഡിൽ ഇവൻ 700 മീറ്റർ പോകും. അപ്പൊ അവന്റെ ദൂരം സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആയ 700 സമയമായ 300. ഈ 0 പോയി അവന്റെ വേഗത നമുക്ക് കിട്ടും 7/3 മീറ്റർ പെർ സെക്കൻഡ്. നമുക്ക് മീറ്റർ പെർ സെക്കൻഡ് പോരാ, km/h മാറ്റണം. എടാ മക്കളെ, മീറ്റർ പെർ സെക്കൻഡിനെ km/h മാറ്റാൻ, കിലോമീറ്റർ വലിയതിലേക്ക് മാറ്റാൻ 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 1 3 3, ഇത് 6, വെട്ടാനായിട്ട് ഇനി ഒന്നുമില്ല. 7 6 42, 42/5. മക്കളെ 42നെ സൈഡിൽ കൊണ്ടുപോയി 5 കൊണ്ട് വായിക്കണം. 5 8 40, ബാക്കി 2 പോയിന്റ് വന്നു 20. 8.4 km/h എന്ന് മനസ്സിലാവും. ഓപ്ഷൻ സി. ഒരു വട്ടം കൂടെ പടേന്ന് ചെയ്യാം. ഒരാൾ 5 മിനിറ്റിൽ 700 മീറ്റർ ദൂരം പോകും. 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 300 സെക്കൻഡ് ആണ്. 300 സെക്കൻഡിൽ അവൻ 700 മീറ്റർ പോകും. അപ്പോൾ അവന്റെ വേഗത ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. ദൂരം 700 മീറ്റർ, എടുത്ത സമയം 300. വെട്ടിക്കളയുമ്പോ 7/3 മീറ്റർ പെർ സെക്കൻഡ് ആണ് അവന്റെ വേഗത. ആ വേഗതയെ km/h 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 1 3 3, 3 6 18, 7 6 കൂടെ ഗുണിക്കുമ്പോ 42/5 എന്ന് വരും. മക്കളെ 42നെ 5 കൊണ്ട് ഹരിക്കുമ്പോ 5 8 40, ബാക്കി 2 പോയിന്റ് 20. 8.4 ആണ് നമ്മുടെ ഉത്തരം. ഓപ്ഷൻ സി ഈസ് അവർ ആൻസർ. ഞാനൊരു കാര്യം പറയട്ടെ. ഇനി ഇത് ഇങ്ങനെ ചെയ്യാതെ ചില കുഞ്ഞുങ്ങൾ ഇങ്ങനെ ചെയ്യുന്നവരുണ്ട്. 5 മിനിറ്റിൽ 700 മീറ്റർ. അപ്പോൾ 1 മണിക്കൂർ 5 മിനിറ്റിൽ 700 മീറ്റർ. 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് ആണ്. 60 മിനിറ്റിൽ എത്ര? അപ്പൊ 60 മിനിറ്റിൽ ഏകദേശം ഇത് രണ്ടും കൂടെ ക്രോസ് ചെയ്താൽ നമുക്ക് 60 മിനിറ്റിൽ എന്ന് പറയുമ്പോൾ എത്ര മീറ്റർ ആണെന്ന് കിട്ടും. ആ മീറ്ററിനെ കിലോമീറ്റർ ആക്കാൻ വീണ്ടും 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇങ്ങനെ ചെയ്താലും മതി. കമ്പാരിറ്റീവ്ലി മീറ്റർ പെർ സെക്കൻഡിനെ km/h ആക്കാനുള്ള കൺവേർഷൻ നമുക്ക് അറിയാമെങ്കിൽ ഇത് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ പോരും. അടുത്ത് 15 മീറ്റർ നീളമുള്ള ഒരു കമ്പി 3/4 മീറ്റർ നീളമുള്ള കഷ്ണങ്ങളാക്കിയാൽ എത്ര കഷ്ണങ്ങൾ ഉണ്ടാവും എന്നതാണ് ചോദ്യം. അപ്പൊ ശ്രദ്ധിക്കുക എല്ലാവരും. 15 മീറ്റർ നീളമുള്ള ഒരു കമ്പി 3/4 മീറ്റർ നീളമുള്ള കഷ്ണങ്ങളാക്കുന്നു. എത്ര കഷ്ണങ്ങൾ ഉണ്ടാവുമെന്ന് കാണാൻ 15നെ 3/4 കൊണ്ട് ഭാഗിക്കുക, അല്ലെ ഹരിക്കുക. അപ്പൊ എന്താന്ന് ചോദിച്ചാല്, അപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങളുടെ കയ്യിൽ 15 മീറ്ററിന്റെ ഒരു സ്കെയിലുണ്ട്. അത് 1.5 മീറ്റർ വെച്ച് കട്ട് ചെയ്യണം. എത്ര കട്ട് കാണുമെന്ന് ചോദിച്ചാൽ 15/1.5
ഇതേപോലെ 15 മീറ്ററിന്റെ ഒരു കമ്പിയുണ്ട്. 15 മീറ്ററിന്റെ ഒരു കമ്പിയുണ്ട്. മുക്കാല് വെച്ച് ഇങ്ങനെ കട്ട് ചെയ്യാണ്. എത്ര കഷ്ണങ്ങൾ കട്ട് ചെയ്താൽ കിട്ടുമെന്ന് ചോദിച്ചാൽ 15നെ മുക്കാല് കൊണ്ട് ഹരിക്കണം. ഇനി നമുക്കെല്ലാവർക്കും അറിയാം ഭിന്നസംഖ്യകൾ ഹരിക്കാൻ തിരിച്ചിട്ട് ഗുണിച്ചാ മതി. 15 ഗുണം 4/3. ഭിന്നസംഖ്യ ഹരിക്കാൻ തിരിച്ചിട്ട് ഗുണിക്കണം. 1 3 3 ഇത് 5. 5ഉം 4 ഗുണിച്ച് നമുക്ക് പറയാം 20 കഷ്ണങ്ങൾ ഉണ്ടാവും. മക്കളെ മൊത്തം 15 മീറ്റർ. 3/4 മീറ്റർ വെച്ച് കട്ട് ചെയ്യണം. എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചാൽ 15നെ മുക്കാല് കൊണ്ട് ഹരിക്കണം. ഭിന്നസംഖ്യ ഹരിക്കാൻ തിരിച്ചിട്ട് ഗുണിക്കണം. 15 ഗുണം 4/3. 1 3 3 ഇത് 5. 5ഉം 4 ഗുണിച്ച് നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി 20 സെറ്റാണ്. മുമ്പോട്ട് വാ. അടുത്ത് ഓക്കെ. AB 2ഉം CD 12ഉമായാൽ GH എങ്ങനെ എഴുതാം എന്നതാണ് ചോദ്യം. മക്കളെ ABയെ 2 എഴുതിയിട്ടുണ്ട്. എയുടെ ആൽഫബറ്റ് കോഡ് നമുക്കറിയാം 1. ഒന്നാമത്തെ ആളാണ് എ. ബിയുടെ ആൽഫബറ്റ് കോഡ് നമുക്കറിയാം 2. ഈ 1ഉം 2ഉം എങ്ങനെ 2 ആക്കുന്നത്? 1 ഗുണം 2 ആണ് 2. ഇത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലായി അവരുടെ കോഡ് എഴുതിയ ശേഷം അക്ഷരങ്ങൾക്കനുസരിച്ചുള്ള സംഖ്യ എഴുതിയ ശേഷം ഗുണിക്കുക. അപ്പൊ CD. സി എന്ന് പറയുന്നത് 3ാമത്തെ ആളാണ്. ഡി എന്ന് പറയുന്നത് 4ാമത്തെ ആളാണ്. CD 12 ആവണമെങ്കിൽ 3ഉം 4 ഗുണിച്ച് 12. കണ്ടോ? AB 2 എങ്ങനായി? A 1ാമത്തെ ആള്, B 2ാമത്തെ ആള്. 1ഉം 2 ഗുണിച്ചു 2. C 3ാമത്തെ ആള്, D 4ാമത്തെ ആള്. സിയുടെ 3ഉം 4ഉം കോഡിട്ട് കൊടുത്തു 12. അതേപോലെ മക്കളെ GH എങ്ങനെ എഴുതാം? G എന്ന് പറയുന്നത് 7ാമത്തെ അക്ഷരം, H എന്ന് പറയുന്നത് 8ാമത്തെ അക്ഷരം. 7ഉം 8 ഗുണിച്ച് 56 ആണ് GH കോഡ്. ഓപ്ഷൻ ബി ഈസ് അവർ ആൻസർ. ഒന്നുകൂടെ. G എന്ന് പറയുന്നത് 7ാമത്തെ ആള്, H എന്ന് പറയുന്നത് 8ാമത്തെ ആള്. 7ഉം 8 ഗുണിച്ച് 56 എന്ന് നിസ്സംശയം എഴുതാം. ഡി. അടുത്ത ചോദ്യം. കൂട്ടത്തിൽ പെടാത്ത സംഖ്യ ഏത് എന്നതാണ് ചോദ്യം. അതായത് ഒറ്റയാനെ കണ്ടെത്തുക എന്നതാണ് ചോദ്യം. അതിനകത്തിൽ മക്കളെ 8 ഉണ്ട്, 27 ഉണ്ട്, 64 ഉണ്ട്, 81 ഉണ്ട്, 125 ഉണ്ട്, 216 ഉണ്ട്, 343 ഉണ്ട്. മക്കളെ ഈ ഒറ്റയാന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോ 1 2 3 4 5 6 7 7 സംഖ്യകളുണ്ട്. ആ 7 സംഖ്യകളിൽ 6 സംഖ്യകൾക്കും പൊതുവായി ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത ഇല്ലാത്തവനാണ് ഒറ്റയാൻ. മനസ്സിലായോ? ഇപ്പൊ ചില കുഞ്ഞുങ്ങളുണ്ട്, ഏതെങ്കിലും ഒരു സംഖ്യക്ക് ഒരു പ്രത്യേകത കാണും. ആ പ്രത്യേകത അങ്ങോട്ട് കണ്ടുപിടിച്ചിട്ട് ഇവനാ ഒറ്റയാൻ എന്നൊക്കെ പറയും. അങ്ങനെയല്ല. ഒറ്റയാൻ എന്ന് പറഞ്ഞാൽ തന്നെ ഓഡ് മാൻ ഔട്ട്, കൂട്ടത്തിൽ ചേരാത്തവൻ. എത്ര പേരുണ്ടോ അവനൊഴിച്ച് ബാക്കി എല്ലാവർക്കും ഒരു പ്രത്യേകതയുണ്ട്. അവൻ ആ പ്രത്യേകത കാണത്തില്ല. ആ ഒരു രീതിയിൽ വേണം എടുക്കാൻ. ഇങ്ങനെ ഈ ഒരു രീതി ചിന്തിക്കാത്തത് കൊണ്ട് ഈ പരീക്ഷയ്ക്ക് ഇത് തെറ്റിക്കുന്ന ഒരുപാട് കുഞ്ഞുങ്ങളെ എനിക്കറിയാം. അപ്പൊ ഒറ്റയാൻ എന്ന് പറയുന്നത് പൊതുവായ ഒരു പ്രത്യേകതയുണ്ട് എല്ലാവർക്കും. ആ പ്രത്യേകത ഇല്ലാത്തവനാണ് ഒറ്റയാൻ. പെട്ടെന്ന് കണ്ടിട്ട് 8 ഒറ്റ സംഖ്യ ഉണ്ടല്ലോ എന്ന് കരുതി ടിക്ക് ചെയ്യരുത്. അങ്ങനെയാണ് ഒറ്റ ഓപ്ഷനകത്തില്ല. ദൈവം സഹായിച്ചു. 27 അതിനകത്ത് ഒറ്റ സംഖ്യ ഉള്ളവരും ഉണ്ട്, 3 അക്ക സംഖ്യ ഉള്ളവരും ഉണ്ട്, 2 അക്ക സംഖ്യകളുള്ളവരും ഉണ്ട്. അപ്പൊ ഇവരുടെ പ്രത്യേകതയൊക്കെ നമുക്കൊന്ന് എഴുതാം. 8 2ന്റെ ക്യൂബാണ്, 27 3ന്റെ ക്യൂബാണ്, 64 എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ 4ന്റെ ക്യൂബാണ്. 4ന്റെ ക്യൂബാണ്. അതുപോലെ തന്നെ 8ന്റെ സ്ക്വയറുമാണ്. 81 9ന്റെ സ്ക്വയറാണ്. 125 5ന്റെ ക്യൂബാണ്.
216 6ന്റെ ക്യൂബാണ്. 343 7ന്റെ ക്യൂബാണ്. ഇത് സൂക്ഷിച്ചു വായിച്ചാൽ നമുക്ക് മനസ്സിലാവും എല്ലാവരും ഏതെങ്കിലും ഒരു സംഖ്യയുടെ ക്യൂബാ, 81 ഒഴിച്ച്. അപ്പം 8 ആയാലും ഒരു ക്യൂബാണ്, 27 ആയാലും ഒരു ക്യൂബാണ്, 81 ആയാലും ഒരു ക്യൂബാണ്. 81 സ്ക്വയർ ആണ്, 125 ക്യൂബാണ്, 216 ക്യൂബാണ്, 343 ക്യൂബാ. എല്ലാവരും ക്യൂബാ. 81 മാത്രം സ്ക്വയറാ. 64 ഓപ്ഷനിൽ ഉണ്ടായിരുന്നേ ചിലപ്പോൾ നമുക്കൊന്ന് കൺഫ്യൂസ് ചെയ്യേണ്ടി വന്നേനെ. 64 രണ്ടും ഉള്ളവനാ. 64 അതുകൊണ്ട് അവർ ബോധപൂർവ്വം ഓപ്ഷന്റെ അകത്ത് തന്നിട്ടില്ല. അതുകൊണ്ട് എല്ലാരും ക്യൂബ. ഈ പറയുന്ന 8ഉം 27ഉം 64ഉം 125 216 343 ഉൾപ്പെടെ എല്ലാരും ക്യൂബ. പക്ഷെ ക്യൂബ് അല്ലാത്ത ഒരൊറ്റ ഒരാളെ ഉള്ളൂ, അവൻ സ്ക്വയർ ആണ്. ഓപ്ഷൻ ബി 81 ആണ് നമ്മുടെ ഉത്തരം. 8, 24, 72 എന്നിവ ഒരു ശ്രേണിയിലെ തുടർച്ചയായ 3 പദങ്ങളാണെങ്കിൽ അടുത്ത 2 പദങ്ങൾ എഴുതുക എന്നതാണ് ചോദ്യം. മക്കളെ 8, 24. 8 എങ്ങനെ 24 ആയി? 8 ഗുണം 3 ആണ് 24. 8, 16, 24. ആ 24 72 ആയി. 72 24 ഗുണം 3 ആണ് 72. ശരിക്കും പറഞ്ഞാൽ ഇതൊരു സമഗുണിത ശ്രേണിയാണ്. അതായത് ഒരേ സംഖ്യ ഗുണിച്ചു പോവുക. ഡൗട്ട് ഉണ്ട്. 24നെ 8 കൊണ്ട് ഹരിച്ചാൽ 3 കിട്ടും. 72നെ പുറകിലുള്ള 24 കൊണ്ട് ഹരിച്ചാലും 3. ഒരേ സംഖ്യ ഗുണിക്കുക. അപ്പൊ 8 24 ആയി 3 കോടി. 24 72 ആയി 3 കോടി. അപ്പൊ സ്വാഭാവികമായും 72ൽ നിന്ന് 3 ഗുണിച്ചു. 8 24 ആയി 3 ഗുണിച്ചു. 24 72 ആയി 3 ഗുണിച്ചു. അപ്പൊ 72നെ 3 ഗുണിച്ച് 216 ആദ്യം. 216നെ വീണ്ടും 3 കൊണ്ട് ഗുണിച്ച് 648 രണ്ടാമത്. അപ്പൊ അടുത്ത സംഖ്യ ഏതാന്ന് ചോദിച്ചാൽ ഒരെണ്ണം 216ഉം ഒരെണ്ണം 648ഉം. നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി ഈസ് അവർ ആൻസർ. ഒന്നുകൂടെ 8 24 3 ഗുണിച്ചു. 24 72 3 ഗുണിച്ചു. അപ്പൊ അടുത്തത് 72ഉം 3 ഗുണിച്ച് 216. അടുത്ത 216ഉം 3 ഗുണിച്ച് 648. സെറ്റാണ് ഓപ്ഷൻ ബി. അടുത്ത് സമാന ബന്ധം കണ്ടെത്തുക എന്നതാണ് ചോദ്യം. അപ്പൊ സമാന ബന്ധത്തിന്റെ അതി, അതായത് 3:72. മലയാളത്തിൽ സമാന ബന്ധം എന്ന് പറയും, ഇംഗ്ലീഷിന് അനലോഗി എന്ന് പറയും. അതായത് ഇവര് തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവും, ആ ബന്ധം നോക്കി അടുത്ത ബന്ധം പൂരിപ്പിക്കുക എന്നതാണ് ചോദ്യം. അനലോഗി, സമാന ബന്ധം. മക്കളെ 3 എങ്ങനെ 72 ആവും? ചിലര് ചിന്തിക്കും 3 72 ആവാൻ ഈ പറയുന്ന പോലെ എത്രയാ? 2. 24 കൊണ്ട് ഗുണിച്ചാൽ 72 ആവും 3. ശരിയാ, 24 കൊണ്ട് ഗുണിച്ചാൽ 72 ആവും. അങ്ങനെയാണ് 4നെ 24 കൊണ്ട് ഗുണിക്കുമ്പോൾ ഉത്തരം എത്ര വരുമെന്ന് നോക്കാം. 4നെ 24 കൊണ്ട് ഗുണിച്ചാൽ 96 വരും. 96 എവിടെയും ഓപ്ഷന്റെ അകത്തിൽ ഇല്ല. അങ്ങനെ നമുക്കൊരു ബന്ധം ഉണ്ടാക്കാം, പക്ഷെ ആ ബന്ധമല്ല ഇവിടെ ഉദ്ദേശിച്ചേക്കുന്നത്. പിന്നെ എങ്ങനെ എഴുതാം? മക്കളെ 3ന്റെ ക്യൂബാണ് 27. ആ 27നെ തിരിച്ചെഴുതിയേക്കുവാണ് 72. എങ്ങനുണ്ട്? ഒന്നുകൂടെ. 3ന്റെ ക്യൂബാണ് 27. ആ 27നെ തിരിച്ചെഴുതിയേക്കാണ് 72. അങ്ങനെയാണ് 4ന്റെ ക്യൂബ് 64. ആ 64നെ തിരിച്ചെഴുതിയ 46 ഉണ്ടെങ്കിൽ ടിക്ക് ചെയ്തു പോവാ. ഓപ്ഷൻ ബി 46. മക്കളെ 3ന്റെ ക്യൂബ് 27. 27നെ തിരിച്ചെഴുതിയ 72. 4ന്റെ ക്യൂബ് 64. 64നെ തിരിച്ചിട്ട 46. ഓപ്ഷൻ ബി. ഇനി ഞാനേ ഒരു കാര്യം കൂടെ പറയട്ടെ, ശ്രദ്ധിക്കുക എല്ലാവരും. 12 വരെയുള്ള ക്യൂബ് ഒന്ന് കാണാതെ പഠിച്ച് പരീക്ഷയ്ക്ക് പോയാൽ നല്ലതാണ്. 10 വരെ എന്തായാലും പഠിക്കണം, 12 വരെ പഠിക്കാൻ പറ്റിയാൽ നല്ലതാണ്. അതുപോലെ 20 വരെയുള്ള സ്ക്വയർ ഒന്ന് കാണാതെ പഠിച്ച് പരീക്ഷയ്ക്ക് പോയാൽ നല്ലതാണ്, എവിടെങ്കിലും ഒക്കെ പ്രയോജനമാവും. 12 വരെയുള്ള ക്യൂബും പഠിക്കണം, 20 വരെയുള്ള സ്ക്വയറും പഠിക്കണം. 12 വരെയുള്ള ക്യൂബും പഠിക്കണം,
20 വരെയുള്ള സ്ക്വയറും പഠിക്കും. അടുത്ത ചോദ്യം. രണ്ട് സംഖ്യകളുടെ തുക 7, അവയുടെ വ്യത്യാസം 3. എന്നാൽ അവയുടെ വ്യൂൽക്രമങ്ങളുടെ വ്യത്യാസം എന്ത് എന്നതാണ് ചോദ്യം. വ്യൂൽക്രമം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ റെസിപ്രോക്കൽ ആണ്. അപ്പൊ ആ റെസിപ്രോക്കലിന്റെ വ്യത്യാസമാണ് ചോദിച്ചേക്കുന്നത്. റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ സംഖ്യ തിരിച്ചിടും. ഇവിടെ ആദ്യം രണ്ട് സംഖ്യകളുടെ തുക നമ്മളോട് പറയുന്നു 7, അവരുടെ വ്യത്യാസം നമ്മളോട് പറയുന്നു 3. നമുക്ക് ആദ്യം ചോദ്യമൊക്കെ അവിടെ നിൽക്കട്ടെ, ആ സംഖ്യകൾ ഏതാണ് എന്ന് കണ്ടുപിടിക്കാം. മക്കളെ, രണ്ട് സംഖ്യകളുടെ തുകയും വ്യത്യാസവും ഉണ്ടെങ്കിൽ വലിയ സംഖ്യ കാണാൻ തുകയും വ്യത്യാസത്തോടെ കൂട്ടിയിട്ട് പകുതി എടുക്കണം. ചെറിയ സംഖ്യ കാണാൻ തുകയും വ്യത്യാസത്തോടെ കുറച്ചിട്ട് പകുതി എടുക്കണം. ഒന്നുകൂടെ, രണ്ട് സംഖ്യകളുടെ തുകയും വ്യത്യാസവും ഉണ്ടെങ്കിൽ വലിയ സംഖ്യ കാണാൻ തുകയും വ്യത്യാസത്തോടെ കൂട്ടിയിട്ട് പകുതി, ചെറിയ സംഖ്യ കാണാൻ തുകയും വ്യത്യാസത്തോടെ കുറച്ചിട്ട് പകുതി. ഇവിടെ വലിയ സംഖ്യ കാണാൻ തുകയായ 7ഉം വ്യത്യാസമായ 3 കൂട്ടുന്നു 10, 10ന്റെ പകുതി 5, വലിയ സംഖ്യ 5. ചെറിയ സംഖ്യ കാണാൻ, മറ്റേത് 5ആണ്, ഇത് 2, കാര്യം 7 പറഞ്ഞല്ലോ. തുകയും വ്യത്യാസത്തോടെ കുറച്ചിട്ട് പകുതി, 7ന്ന് 3 പോയാൽ 4, 4ന്റെ പകുതി 2. അപ്പൊ സംഖ്യകൾ നമുക്ക് കിട്ടി 5ഉം 2ഉം. സംഖ്യകളല്ല ചോദിച്ചേക്കുന്ന, സംഖ്യയുടെ വ്യൂൽക്രമങ്ങളുടെ വ്യത്യാസം. അപ്പൊ സംഖ്യയുടെ വ്യൂൽക്രമം എന്ന് പറഞ്ഞാൽ സംഖ്യയെ തിരിച്ചിടുക. ഇപ്പൊ 7ന്റെ വ്യൂൽക്രമം 1/7, 3ന്റെ വ്യൂൽക്രമം 1/3, 8ന്റെ വ്യൂൽക്രമം 1/8, 9ന്റെ വ്യൂൽക്രമം 1/9. അങ്ങനെ സംഖ്യകളുടെ വ്യൂൽക്രമം കാണും. 5ന്റെ വ്യൂൽക്രമം 1/5, 2ന്റെ വ്യൂൽക്രമം 1/2. ഇവരുടെ വ്യത്യാസമാണ് നമ്മളോട് ചോദിച്ചേക്കുന്ന. ക്ലിയർ ആണോ? അപ്പോ 5ന്റെ വ്യൂൽക്രമം 1/5, 2ന്റെ വ്യൂൽക്രമം 1/2. ഇവരുടെ വ്യത്യാസമാണ് ചോദിച്ചേക്കുന്നത്. അതായത് ഇവർ രണ്ടുകൂടെ കുറയ്ക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഇത് കുറയ്ക്കാൻ ഒന്നുകിൽ LCM എടുക്കാം, അല്ലെങ്കിൽ 1ഉം 2 ഗുണിച്ചു 2 മൈനസ് 1ഉം 5 ഗുണിച്ചു, സോറി ഒരു മിനിറ്റ്, 1/5 മൈനസ് 1/2. അപ്പോ ഇവരുടെ വ്യത്യാസം എടുത്തു. അല്ലെങ്കിൽ ശരിക്കും 1/2ൽ നിന്ന് 1/5 കുറച്ചാലും മതി. ചിലത് മൈനസ് വരും, മൈനസ് നിങ്ങൾ നോക്കണ്ട. പോട്ട് 2ഉം 1 ഗുണിച്ചു 2 മൈനസ് 1ഉം 5 ഗുണിച്ചു 5 ബൈ 5ഉം 2 ഗുണിച്ചു 10. ഇത് ചെയ്തു വരുമ്പോ 2ന്ന് 5 പോയ മൈനസ് 3/10. മൈനസ് നിങ്ങൾ നോക്കണ്ട, 3/10 ആയിരിക്കും ഉത്തരം. ഓപ്ഷൻ ബി ഓക്കെ ആണ്. എന്താ മൈനസ് നോക്കണ്ട എന്ന് പറയാൻ കാര്യം, വ്യത്യാസം എടുക്കുമ്പോ എപ്പോഴും വലുതീന്ന് ചെറുതാ കുറയ്ക്കേണ്ടി. ഇപ്പൊ നിങ്ങളോട് പറയാം 7ഉം 6ഉം തമ്മിലുള്ള വ്യത്യാസം 1, 50ഉം 90ഉം തമ്മിലുള്ള വ്യത്യാസം 40. അതുപോലെ വ്യത്യാസം എടുക്കാനാണ് പറയുന്നത്. അപ്പൊ വലുതീന്ന് ചെറുത് കൊടുക്കണം. ഇവിടെ വ്യൂൽക്രമം എടുത്തപ്പോ വലിയത് എന്താ? ഇപ്പൊ ഇവിടെ 1/5 ഉണ്ട്, 1/2 ഉണ്ട്. വ്യൂൽക്രമം എടുത്തപ്പോ വലിയത് 1/2 ആണ്, ചെറുത് 1/5. കാര്യം സംഖ്യകളല്ല, വ്യൂൽക്രമം. കാര്യം 1/2 എന്തായാലും വ്യൂൽക്രമം എടുത്തപ്പോ വന്നു. ഇത് കുറയ്ക്കുമ്പോൾ നമുക്ക് എന്തായാലും 5 മൈനസ് 2/10, 3/10 എന്ന് വരും. മറ്റേടത്തും തിരിച്ചു കുറച്ചാൽ മൈനസ് വരുമെന്നേ ഉള്ളൂ. മൈനസ് നിങ്ങൾ നോക്കണ്ട. വ്യത്യാസം എന്ന് പറയുമ്പോൾ എപ്പോഴും ചെറുതിന്ന് വലുതോ വലുതിന്ന് ചെറുതോ നോക്കണ്ട. എങ്ങനെ വേണേലും കുറയ്ക്കാം, പക്ഷെ പോസിറ്റീവ് എഴുതിയാൽ മതി. ഇപ്പൊ 50ഉം 90ഉം തമ്മിലുള്ള വ്യത്യാസം 50 മൈനസ് 90 മൈനസ് 40 വരും. പക്ഷെ 40 എന്ന് നമ്മൾ പറയാറുള്ളൂ. അതേപോലെ അപ്പൊ ഞാൻ ഒന്നും കൂടെ പറയും, നിങ്ങൾ എല്ലാവരും എന്റെ ഒപ്പം പിടിക്കും. രണ്ട് സംഖ്യകളുടെ തുക 7, വ്യത്യാസം 3. അങ്ങനെയാണ് വലിയ സംഖ്യ കാണാൻ തുകയും വ്യത്യാസത്തോടെ കൂട്ടിയിട്ട് പകുതി. തുക 7, വ്യത്യാസം 3, കൂട്ടുമ്പോ 10, 10ന്റെ പകുതി 5. ചെറിയ സംഖ്യ കാണാൻ തുകയും വ്യത്യാസത്തോടെ കുറച്ചിട്ട് പകുതി. തുക 7, വ്യത്യാസം 3, കുറയ്ക്കുമ്പോ 4, 4ന്റെ പകുതി 2. അപ്പൊ ഒരു സംഖ്യ 5, ഒരു സംഖ്യ 2. ഇനി നമ്മളോട് ചോദിച്ചേക്കുന്നു
അവയുടെ വ്യൂൽക്രമങ്ങളുടെ വ്യത്യാസം. 5ന്റെ വ്യൂൽക്രമം 1/5, 2ന്റെ വ്യൂൽക്രമം 1/2, അവരുടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ കുറയ്ക്കണം. ഒന്നുകിൽ 1/5 1/2 കുറയ്ക്കാം, 1/2 1/5 കുറയ്ക്കാം. മൈനസ് നിങ്ങൾ ശ്രദ്ധിക്കണ്ട. 2 -5 ഡിവൈഡഡ് ബൈ i2 10 -3/10. മൈനസ് നോക്കണ്ട, നമ്മുടെ ഉത്തരം 3/10 സെറ്റ് ആണ്. ഓപ്ഷൻ ബി ഈസ് അവർ ആൻസർ. ഓക്കെ ആണോ? അടുത്തത് റൂട്ട് ഓഫ് 1296 36 ദണ്ട് ഇവന്റെ വില കാണണം. ദണ്ടി കിടക്കും. അപ്പൊ നമുക്ക് ആദ്യം ഇങ്ങോട്ട് നോക്കാം, ഇവനെ എടുക്കാം. റൂട്ട് ഓഫ് നോക്കിക്കോണം, റൂട്ട് ഓഫ് 12.96. ഇങ്ങനെ റൂട്ട് എടുക്കുമ്പോ നമ്മൾ റൂട്ട് ഇല്ലാതെ ഈ സംഖ്യക്ക് പോയിന്റ് ഇല്ലാതെ ഈ സംഖ്യക്ക് റൂട്ട് എത്ര നോക്കാം. പോയിന്റ് ഇല്ലാതെ നോക്കുമ്പോ മക്കളെ 1296 എന്ന് വരും. അതിന്റെ റൂട്ട് 36 ക്വസ്റ്റ്യനിൽ പറയുന്നു. ഇനി ഇവിടെ പോയിന്റ് കഴിഞ്ഞു മക്കളെ 2 സ്ഥാനമുണ്ട്. റൂട്ട് എടുക്കുമ്പോ 1 സ്ഥാനമേ ഉണ്ടാവൂ. അപ്പൊ 1 സ്ഥാനം മാറ്റി പോയിന്റ് ഇട്ട് ഇവന്റെ വില 3.6 കിട്ടും. ഒന്നുകൂടെ 12.96 റൂട്ട് വേണം. നമ്മൾ 1296 റൂട്ട് എടുത്തു, പോയിന്റ് ഇല്ലാതെ 36. ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനം, നമ്മുടെ ഉത്തരത്തിൽ 1 സ്ഥാനം 3.6. ഇനി റൂട്ട് ഓഫ് 0.1296. 1296 റൂട്ട് എടുത്തു, പോയിന്റ് ഇല്ലാതെ 36. ഇവിടെ പോയിന്റ് കഴിഞ്ഞു മക്കളെ 4 സ്ഥാനം, നമ്മുടെ ഉത്തരത്തിൽ പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനം 0.36. റൂട്ട് എടുക്കുമ്പോ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സ്ഥാനമുണ്ടോ അതിന്റെ പകുതി സ്ഥാനമാണ് കൊടുക്കുക. അപ്പൊ റൂട്ടിന്റെ അകത്ത് 4 സ്ഥാനമാണ്, നമ്മൾ കൊടുക്കും 2 സ്ഥാനം. 6 സ്ഥാനമാണ്, നമ്മൾ കൊടുക്കും 3 സ്ഥാനം. 8 സ്ഥാനമാണ്, നമ്മൾ കൊടുക്കും 4 സ്ഥാനം. ഒന്നുകൂടെ ഒരെണ്ണം കൂടെ, റൂട്ട് ഓഫ് 0.001296. പോയിന്റ് ഇല്ലാതെ നോക്കിയാൽ 1296 വരും അകത്ത്. 1296 റൂട്ട് മക്കളെ 36. ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 6 സ്ഥാനം. സോ നമ്മുടെ ഉത്തരത്തിൽ പോയിന്റ് കഴിഞ്ഞ് 3 സ്ഥാനം 0.036. ഒന്നും കൂടെ പറയാം ഇവിടെ വരെ മക്കളെ. ആദ്യത്തേത് നോക്കുക, റൂട്ട് ഓഫ് 12.96. റൂട്ട് ഇല്ലാതെ നോക്കുക, പോയിന്റ് ഇല്ലാതെ നോക്കുക. 1296 റൂട്ട് 36. ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനം. സോ നമ്മുടെ ഉത്തരത്തിൽ 1 സ്ഥാനം. അപ്പൊ 3.6. ഇടയ്ക്ക് പ്ലസ് കൊടുത്തു. റൂട്ട് ഓഫ് 0.1296. പോയിന്റ് ഇല്ലാതെ നോക്കിയാൽ 1296. അവരുടെ റൂട്ട് 36. ഇവിടെ പോയിന്റ് കഴിഞ്ഞ് റൂട്ടിന്റെ അകത്ത് 4 സ്ഥാനം. സോ നമ്മുടെ ഉത്തരത്തിൽ 2 സ്ഥാനം. ഇടയ്ക്കത്തെ പ്ലസ് കൊടുത്തു. റൂട്ട് ഓഫ് 0.001296. പോയിന്റ് മാറ്റി നോക്കിയാൽ 1296. അവരുടെ റൂട്ട് മക്കളെ 36. ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 6 സ്ഥാനമുണ്ട്. സോ നമ്മുടെ ഉത്തരത്തിൽ പോയിന്റ് കഴിഞ്ഞ് 3 സ്ഥാനം. ഇവിടെ 1 2 ഉള്ളു, 3 നമ്മൾ കയ്യിൽ നിന്ന് കൊടുത്തൊരു 0. അപ്പൊ നമുക്ക് ഉത്തരം കാണാൻ 3.6 0.36 0.036 കൂടെ കൂട്ടുക. 6 6 3 9 6 3 9 3.996 എന്ന് ഉത്തരം വരും. 3.996. ഓപ്ഷൻ എ ഈസ് അവർ ആൻസർ. ഓക്കെ ആണോ? മുമ്പോട്ട് വാ. അപ്പോ നമ്മൾ ഇത്രയും നേരം പഠിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങള് നിങ്ങൾക്ക് നല്ലവണ്ണം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾ ശരിയാക്കിയെന്ന് തന്നെ കരുതുന്നു. തെറ്റിപ്പോയത് നല്ലവണ്ണം മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇതേപോലെ മറ്റൊരു ക്ലാസ്സിൽ കാണാം എന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. സൈനിങ് ഓഫ്, ജെറി.